എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട് സ്വാമിയാർ മഠം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനം ശ്രീശങ്കര ആർഷ വിദ്യാപീഠം കുട്ടികൾ ഈ മണ്ഡലകാലത്ത് നടത്തിവരുന്ന ശ്രീമദ് ഭാഗവത മാഹാത്മ്യ പാരായണം പ്രഭാഷണവും 14ാം ദിവസമായ ഇന്ന് 3ാം അധ്യായത്തിലെ ശ്ലോകങ്ങൾ 15 മുതൽ 26 വരെ പാരായണം ചെയ്യുകയും അതിൻ്റെ ചെറിയ ഒരു സാരം പറയുകയും ചെയ്യുന്നത് വൈഷ്ണവി ആർ ആണ്. വൈഷ്ണവിയുടെ അനിയത്തിയായ വിസ്മയ ഏകശ്ലോക ഭാഗവതവും ജ്ഞാനപാനയും അവതരിപ്പിക്കും. 2 കുട്ടികളും നമ്മുടെ ക്ലാസ്സിൽ വളരെ റെഗുലർ ആയിട്ടുള്ള കുട്ടികളാണ്. അവരുടെ അമ്മ മഞ്ജു കുട്ടികളെ ഒരു ദിവസം പോലും മുടങ്ങാതെ കൊണ്ടുവരികയും അവരെ അങ്ങേയറ്റം ഇതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാരന്റാണ്. അവരുടെ നമ്മുടെ സന്തോഷം അറിയിക്കുന്നു. 2 കുട്ടികളെയും ഈ പരിപാടിയിലേക്ക് അത്യധികം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി വൈഷ്ണവിയെ ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നതിനായിട്ടും പ്രഭാഷണത്തിനായിട്ടും ക്ഷണിക്കുന്നു. എല്ലാവർക്കും എന്റെ നമസ്കാരം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിശദേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷു വിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാം സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മ പ്രോചിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിः ശുശ്രൂഷുഭിസ്തക്ഷണാദ്. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോദിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം മധ്യാത്മദീപമതിതിദീർഷതാം തമോണ്ഡം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതഃ തുന്വന്തി ദിവ്യൈസ്തവൈः വേദൈः സാംഗപദക്രമോപനിഷദൈः ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ
യസ്യാന്തം ന വിദുസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരഗഃ വേദവേദ്യം പരം ബ്രഹ്മ വാസദാം പുരദോ മമ. ഭൂതേർമഹദ്ഭർയ ഇമാ പുരോ വിഭൂ നിർമായ ഷേദേദമൂഷു പൂരുഷ ദുപ്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം ഗൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. ഇന്ന് ഞാൻ പാരായണം ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭാഗവത മാഹാത്മ്യം 3-ാം അധ്യായം ശ്ലോകങ്ങൾ 15 മുതൽ 18 വരെയാണ്. വേദാന്താനി ച വേദാശ്ച മന്ത്രസ്തന്ത്രാസമൂർത്തയ ദശസപ്ത പുരാണാനി ഷഡ്ശാസ്ത്രാണി തദായയൂഃ. ഗംഗാദ്യാ സരിതസ്തത്ര പുഷ്കരാദിസരാംസി ച ക്ഷേത്രാണി ച ദിശഃ സർവാ ദണ്ഡകാ ദിവനാനി ച. നഗാദയോ യയുസ്തത്ര ദേവഗന്ധർവ കിന്നരാഃ ഗുരുത്വാ തത്ര നായാദാൻ ഭൃഗു സംബോധ്യ ചാലയത്. ദീക്ഷിതാ നാരദേനാദ ദത്തമാസനമുത്തമം കുമാരാ വന്ദിതാ സർവൈ നിഷേധു കൃഷ്ണതത്പരാഃ. വൈഷ്ണവാശ്ച വിരക്താശ്ച ന്യാസിനോ ബ്രഹ്മചാരിണഃ മുഖ്യഭാഗേ സ്ഥിതാസ്തേ ച തദഗ്രേ നാരദസ്ഥിതഃ. ഏകഭാഗേ ഋഷിഗണാ തദന്യത്ര ദിവൗകസഃ വേദോപനിഷദോऽന്യത്ര തീർത്ഥാന്യത്ര സ്ത്രിയോऽന്യതഃ. ജയശബ്ദോ നമഃ ശബ്ദ ശംഖശബ്ദസ്തദൈവ ച ചൂർണലാജാ പ്രസൂനാനാം നിക്ഷേപ സുമഹാനഭൂത്. വിമാനാനി സമാരുഹ്യ കിയന്തോ ദേവനായകാഃ കൽപവൃക്ഷപ്രസൂനൈസ്താൻ സർവാംസ്തത്ര സമാകിരൻ. സൂത ഉവാച ഏവം തേഷ്വേകചിത്തേഷു ശ്രീമദ്ഭാഗവതസ്യ ച മാഹാത്മ്യാമുചിരേ സ്പഷ്ടം നാരദായ മഹാത്മനേ. കുമാര ഊജുഹു അദദേ സംപ്രവക്ഷ്യാമോ മഹിമാ ശുകശാസ്ത്രജഃ യസ്യ ശ്രവണമാത്രേണ മുക്തികരതലേ സ്ഥിതാ. സദാ സേവ്യാ ശ്രീമദ്ഭാഗവതീ കഥാ യസ്യാ ശ്രവണമാത്രേണ ഹരിശ്ചിത്തം സമാശ്രയേത്. ഗ്രന്ഥോഷ്ടാദശസാഹസ്രോ 12 സ്കന്ധ സംവിദഃ പരീക്ഷിച്ചുക സംവാദ ശൃണു ഭാഗവതം ചതത്. ഇപ്പോൾ പാരായണം ചെയ്ത ശ്ലോകങ്ങളുടെ സാരം നോക്കാം. ഋഗ് യജുർ സാമ അഥർവാദികളായ 4 വേദങ്ങളും വേദാന്തങ്ങൾ എന്ന് പ്രസിദ്ധങ്ങളായ ഉപനിഷത്തുകളും ദേവതാ സ്വരൂപങ്ങളായ മന്ത്രങ്ങളും തന്ത്രങ്ങളും 17 പുരാണങ്ങളും 6 ശാസ്ത്രങ്ങളും സ്വന്തം അധിഷ്ഠാന ദേവതാ സ്വരൂപത്തിൽ എത്തിച്ചേർന്നു. ഗംഗ മുതലായ നദികൾ, പുഷ്കരാദി സരസ്സുകൾ, ക്ഷേത്രങ്ങൾ, 10 ദിക്കുകൾ, ദണ്ഡകാദി വനങ്ങൾ ഇവയെല്ലാം സ്വസ്വരൂപം ധരിച്ച് അവിടെ എത്തി. പർവ്വതാദികളും ദേവഗന്ധർവ കിന്നരന്മാരും എത്തിച്ചേർന്നു. ഭൃഗു മഹർഷി ലോകഗുരുവായതുകൊണ്ട് എത്താതിരുന്നവരെ ഭാഗവത മഹിമ ബോധ്യപ്പെടുത്തി അവിടേക്ക് എത്തിച്ചു. കൃഷ്ണഭക്തരും വ്രതം അനുഷ്ഠിച്ചവരും എല്ലാവരാലും വന്ദിക്കപ്പെട്ടവരുമായ കുമാരന്മാർ നാരദർ കൊടുത്ത ഇരിപ്പിടത്തിൽ ഉപവിഷ്ടരായി. വിഷ്ണുഭക്തന്മാർ, വിഷയവിരക്തി വന്നവർ, സന്യാസിമാർ, ബ്രഹ്മചാരികൾ എന്നിവയെല്ലാം പ്രധാന സ്ഥലങ്ങളിൽ ഇരുന്ന ശേഷം അവരുടെ മുൻപിൽ നാരദരും ഇരുന്നു. ഒരു ഭാഗത്ത് ഋഷിഗണങ്ങൾ, വേറൊരിടത്ത് ദേവന്മാർ, മറ്റൊരിടത്ത് വേദങ്ങളും ഉപനിഷത്തുകളും, വേറൊരിടത്ത് തീർത്ഥങ്ങൾ, മറ്റൊരു സ്ഥലത്ത് സ്ത്രീകൾ. ഇങ്ങനെ എല്ലാവരും സ്ഥാനം പിടിച്ചു. ജയ ജയ നമോ നമ എന്നീ നാമജപങ്ങളും ശംഖനാദവും മുഴക്കി. മലർപ്പൊടി, പുഷ്പങ്ങൾ എന്നിവരുടെ വർഷിക്കലും ഉണ്ടായി. വിമാനങ്ങളിൽ വന്നെത്തിയ അനേകം ദേവന്മാർ അവിടെ ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്ന ജനങ്ങളെ കൽപ്പവൃക്ഷ പൂക്കൾ വിതറി സ്വീകരിച്ചു. സൂതൻ പറഞ്ഞു, ഇപ്രകാരം കേൾക്കാൻ വന്നിരിക്കുന്നവരെല്ലാവരും ഒരേ വിഷയത്തിൽ മനസ്സ് വെച്ചിരിക്കുന്ന അവസരത്തിൽ മഹാത്മാവായ നാരദരോട് സനകാദികൾ ശ്രീമദ് ഭാഗവതത്തിന്റെ മാഹാത്മ്യത്തെ സ്പഷ്ടമായി ഉപദേശിച്ചു. കുമാരന്മാർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് ഭാഗവതത്തിന്റെ മഹിമ വേണ്ടതുപോലെ പറയാം. അത് കേൾക്കുന്ന ഉടനെ തന്നെ മോക്ഷം ലഭിക്കും. എത്ര ദിവസം കൊണ്ടാണ് ഭാഗവതം കേൾക്കേണ്ടത് എന്ന് നാരദ മഹർഷിയുടെ സംശയത്തിന് അങ്ങനെ നിയമമൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. സദാ സേവ്യ സദാ സേവ്യ, എപ്പോഴും എപ്പോഴും സേവിക്കാൻ യോഗ്യമാണ് ഭാഗവത കഥ. കേൾക്കുന്നവരുടെ മനസ്സിൽ ഭഗവാൻ പ്രവേശിച്ച് പ്രകാശിക്കും. യോഗികൾ അനുഭവിക്കുന്ന പരമാനന്ദം ഭാഗവത കഥ കേട്ടാൽ ലഭിക്കും. ഹൃദയവാസിയായ ഹരി ആനന്ദ സ്വരൂപനാണ്. ഭാഗവത കഥ കേൾക്കുമ്പോൾ അന്തര്യാമിയായ ശ്രീഹരി പ്രകാശിച്ച് മനസ്സിൽ ആനന്ദം നിറയും. ഭാഗവതത്തിൽ 18,000 ശ്ലോകങ്ങൾ 12 സ്കന്ധങ്ങളായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ശ്രീശുക ബ്രഹ്മഋഷി പരീക്ഷിത്ത് മഹാരാജാവിന് ഭാഗവത കഥ പറഞ്ഞു കേൾപ്പിക്കുന്നതായിട്ടാണ് സങ്കല്പം. ഹേ നാരദ, ആ ഭാഗവത കഥ ഇപ്പോൾ കേട്ടാലും. എനിക്ക് ഈ മണ്ഡലകാലത്ത് ഇങ്ങനെ ഒരു പ്രഭാഷണം പറയാൻ അവസരം തന്ന എന്റെ ഗുരുനാഥനായ പരമേശ്വരൻ സാറിനോടും സാമ്യരമഠത്തെ എല്ലാ ഗുരുക്കളോടും ഞാൻ നന്ദി പറയുന്നു. സമാധാനായി അല്ലേ? ടെൻഷനൊക്കെ മാറി. നന്നായിട്ട് പറഞ്ഞു കേട്ടോ. മിടുക്കി കുട്ടിയായിട്ട് പറഞ്ഞല്ല. ബാക്കി പിന്നെ പറയാവേ. എവിടെ വിസ്മയ? ആദ്യം ഏകശ്ലോക ഭാഗവതം, പിന്നെ കൃഷ്ണകൃഷ്ണൻ. എല്ലാവർക്കും നമസ്കാരം. ആദൗ ദേവകി ദേവി ഗർഭജനനം ഗോപീഗൃഹേ വർത്തനം മായാഭൂതന ജീവിതാമഹരണം ഗോവർദ്ധനോദാരണം കംസച്ഛേദന കൗരവാദിഹനനം കുന്ദീസുധാപാലനം ഹേതത് ഭാഗവതം പുരാണകവിധി ശ്രീകൃഷ്ണലീലാമൃതം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ ഗുരുനാഥൻ തുണ ചെയ്ത സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാനിരിക്കണം നമ്മുടെ നരജന്മം സബലമാക്കിയിടുവാൻ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇനി കണ്ടതടിക്കു വിനാശവും ഇന്ന നേരമെന്നേതു അറിഞ്ഞില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കണ്ടൊരുത്തനെ കണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മറാപ്പു കീറ്റുന്നതും ഭവാൻ. എഴുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നേതു കേൾപ്പീനെല്ലാവരും. നമ്മയൊക്കെ ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിലായി. 3 കൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ 3ആയിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ വിശ്രമം കർമ്മവും. നരി ചത്തു നരനായി പിറക്കുന്നു, നാരി ചത്തുടൻ നൂരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു. ഈച്ച ചത്തൊരു ഉച്ചയായിടുന്നു. ഈശ്വരന്റെ വിലാസങ്ങൾ ഇങ്ങനെ കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമി ഇന്നത്ര നേടുന്നു കർമ്മങ്ങൾ. കർമ്മങ്ങൾക്കു വിളനിലമാകിയ ജന്മദേശമീ ഭൂമി അറിഞ്ഞാലും സർവനാശം വരുത്തേണമെങ്കിലും
ചെമ്മേ മറ്റെങ്ങും സാധിയ നിർണയം ഭക്തന്മാർക്കും മുമുക്ഷു ജനങ്ങൾക്കും ശക്തരായ വിഷയജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും. വിശ്വമാതാവു ഭൂമി ശിവ ശിവ യുഗം നാലിലും നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രായിന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റേതുമില്ല യജ്ഞമറിഞ്ഞാലും അർത്ഥമെത്ര വളരെ ഉണ്ടായാലും ചത്തുപോന്നേ തൃപ്തിയാകാൻ മനസ്സിനൊരു കാലം ചത്തുപോന്നേരം വസ്ത്രം അതുപോലും ഒത്തിടാ കൊണ്ടുപോവാനൊരുത്തർക്കും കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയെല്ലാം മരിക്കുന്ന നേരത്തും മറ്റെങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നതെന്തിരുന്നമൃത ശക്തി കൂടാതെ നാമങ്ങൾ എപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ ചിത്തകാലം കഴിവോളമേവണ്ണം ശ്രദ്ധയോടെ വസിക്കണമേവരും ഇതു ദിക്കിലിരിക്കിലും തന്നോടെ നാവു കൊണ്ടിതു ചൊല്ലിയെന്നാകിലും അതുമല്ല നേരമൊരു ദിനം ചെവി തന്നിതു കേൾവാതിനെ വരും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ ആമോദം പൂണ്ടു ചൊല്ലുവെണ്ണാമങ്ങൾ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ. ഈ മണ്ഡലകാലത്ത് എനിക്ക് ഭാഗവത ജ്ഞാനപാനം ജപിക്കാൻ അവസരം തന്ന് എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായ പരമേശ്വരൻ സാറിനോടും സ്വാമിയാർ മഠത്തെ മറ്റു എല്ലാ അംഗങ്ങളോടും ഞാൻ നന്ദി പറയുന്നു. സമാധാനായി അല്ലേ? ചെയ്യാൻ പറ്റും. നന്നായിട്ട് ചൊല്ലിട്ടോ, വളരെ നന്നായിട്ട് ചൊല്ലി. മലയാളമൊക്കെ ഇപ്പൊ നന്നായിട്ട് വായിക്കാറായി അല്ലേ? അതാണ് രണ്ട് ഗുണമാണ്. ഈശ്വരന്റെ അനുഗ്രഹവും കിട്ടും, നിങ്ങൾക്ക് ഭാഷയൊക്കെ നന്നായിട്ട് വായിക്കാനും ഒക്കെ പറ്റും. ഇപ്പൊ രണ്ട് കാര്യമാണ് ഇത് പഠിച്ചാൽ ഉണ്ടാവുക അല്ലേ? അങ്ങനെയുള്ള അറിവും കിട്ടും, അനുഗ്രഹവും കിട്ടും. പിന്നെ ഈ മലയാളമൊക്കെ സുഖമായിട്ട് വായിക്കാൻ ഇനിയിപ്പോ നല്ല നല്ല പ്രഭാഷണങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ തുടർന്ന് ചെയ്തോണ്ടിരിക്കണം. ദിവസവും ജ്ഞാനപാനയൊക്കെ ജപിക്കണം, പുതിയത് പഠിക്കണം, എല്ലാം ചെയ്യണം. നമ്മളിവിടെ ഒച്ചേട്ടാ ഒച്ചേട്ടാൻ പറയാം. ഇപ്പൊ പരമേശ്വരൻ സാറ് നിങ്ങളുടെ ഗുരുനാഥൻ പറഞ്ഞു നിർത്തിയത് മുഴുവൻ, അതിന്റെ അന്തസാരം മുഴുവൻ വൈഷ്ണവി പ്രഭാഷണത്തിലൂടെ നന്നായിട്ട് അവതരിപ്പിച്ചു. വിസ്മയ ജ്ഞാനപ്പാനയും ഏകശ്ലോകി ഭാഗവതവും പറഞ്ഞു. ഈ പുരാണ സംഹിത ഭക്തിപൂർവ്വം അധ്യയനം ചെയ്യുന്ന ആരായാലും ശരി, ഭഗവാനാൽ പറയപ്പെട്ടിരിക്കുന്ന പരമപദത്തെ പ്രാപിക്കുമെന്നാണ് ഭാഗവതം തന്നെ പറയുന്നത്. ഉറപ്പു തരികയാണ്. കലിദോഷങ്ങളെ നശിപ്പിക്കാന് സമർത്ഥനായ അഖിലേശ്വരനായ ശ്രീഹരിയെക്കുറിച്ച് മറ്റൊരിടത്തും ഇത്രയധികം കീർത്തിക്കപ്പെടുന്നില്ല. ഓരോ വരിയിലും ഓരോ വാക്കുകളിലും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ ഭാഗവതത്തിലാകട്ടെ ഓരോ കഥാപ്രസംഗങ്ങൾ നിമിത്തം പദം തോറും സർവേശ്വരന്റെ മഹിമ സ്പഷ്ടമായി തന്നെ പ്രതിപാദിച്ചിരിക്കുകയാണ്. ഇത് വായിക്കാനും പഠിക്കാനും നിങ്ങളെ യോഗ്യരാക്കിയ പരമേശ്വരൻ സാറിന് അനേക കോടി നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ രക്ഷകർത്താക്കള് മുൻകൈയെടുത്ത് കുഞ്ഞുങ്ങളെ നിഷ്ഠയായിട്ട് പറഞ്ഞയക്കുകയും പഠിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന
അവരുടെ ആ എന്താ സന്മനസ്, കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നയിക്കാനുള്ള വ്യഗ്രത, ആ കഠിന പ്രയത്നം, ആ രക്ഷകർത്താക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. കുഞ്ഞുങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എന്റെയും കൂടെ സായിരാം കേട്ടോ. ഗംഭീരായിരുന്നു. സായിരാം, സായിരാം. സോമചേട്ടനും കൂടി ഉണ്ട് കേട്ടോ കുഞ്ഞുങ്ങളെ. കേട്ടോണ്ടിരിക്കുക ദിവസവും കേട്ടോ. സായിരാം. നമസ്തേ. വൈഷ്ണവി വിസ്മയ രണ്ടുപേരും ഭംഗിയായി വളരെ മനോഹരമായി തന്നെ തങ്ങളുടെ പങ്ക് നിർവഹിച്ചു. വളരെ നന്നായിരുന്നു. ഓരോ ദിവസവും ഇത് കേൾക്കുന്തോറും കൂടുതൽ കൂടുതൽ നമുക്ക് മനസ്സിലായി വരുന്നത്, ഓരോരുത്തരുടെയും മുഖഭാവം കാണുമ്പോൾ ഇതെല്ലാം ഈ കാര്യങ്ങൾ അവർ ഏറ്റെടുത്ത് ചെയ്യുന്നത് സർവാത്മന സ്വന്തം ഇഷ്ടപ്രകാരം വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഞങ്ങൾ ഇത് ചെയ്യേണ്ട ഒരു സത്കർമ്മം തന്നെയാണ് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഓരോ കുട്ടികളും ഇത് ചെയ്തു കൊണ്ടിരിക്കുന്നതെന്ന് ഓരോ ദിവസത്തെ പെർഫോമൻസ് കാണുമ്പോഴും കൂടുതൽ കൂടുതൽ നമുക്ക് മനസ്സിൽ ബോധ്യപ്പെടുകയാണ്. അതിന് അവരെ തയ്യാറാക്കിയ പരമേശ്വര സാറിനും അതുപോലെ മധുച്ചേട്ടനും മറ്റുള്ള എല്ലാ ഗുരുനാഥന്മാരോടും സാഷ്ടാംഗ പ്രണാമം. കുട്ടികൾക്ക് വീണ്ടും വീണ്ടും അഭിനന്ദനങ്ങൾ. ഇനിയും ഇനിയും ഇത്തരത്തിലുള്ള സത്കർമ്മങ്ങളിലൂടെ മുന്നേറാൻ ഭഗവാൻ അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. വളരെ സന്തോഷം സാറേ. നമസ്കാരം സർ. സായിറാം. സായിരാം. വൈഷ്ണവി മോള് ഭംഗിയായിട്ട് അതിലും ഭംഗിയായിട്ട് പറഞ്ഞു. എനിക്ക് ഈ പാരായണത്തെക്കാളും ഇവരുടെ പ്രഭാഷണമാണ് ഇഷ്ടപ്പെടുന്നത്. സൂര്യൻ സാർ പറഞ്ഞ പോലെ സത്യം, ഈ പിള്ളേര് ആ പറയുന്നതിന്റെ തത്വം ഉൾക്കൊണ്ട് അവരുടെ ആ പ്രായത്തിൽ കവിഞ്ഞ് ഒരു പെർഫോമൻസ് ആണ് അവർ കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത് അവർ അതിനെ അത്രയ്ക്ക് ഉൾക്കൊണ്ട് അതിൽ അത്ര ഇൻവോൾവ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. നന്നായിട്ട് പറഞ്ഞു കേട്ടോ മോള്. പിന്നെ വിസ്മയ നന്നായിട്ട് ചൊല്ലി. ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ തുടക്കത്തിൽ, പിന്നെ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ചൊല്ലി കേട്ടോ. രണ്ടുപേരും നന്നായിരുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്നായി വരട്ടെ. താങ്ക് യു. ഹരേ കൃഷ്ണ. നമസ്കാരം എല്ലാവർക്കും. കുഞ്ഞുങ്ങളെ രണ്ടുപേരും നന്നായി പറഞ്ഞു. മോള് ഭാഗവതത്തിന്റെ മഹാത്മ്യം എന്ന് പറഞ്ഞത് നന്നായിട്ട് ഞങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ എല്ലാവരും 2-3 പേരുണ്ട്, എല്ലാവരും കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പറഞ്ഞ എന്താണെന്ന് പറഞ്ഞ, ഭാഗവതം കയ്യിലെടുക്കുമ്പോൾ തന്നെ എല്ലാ ഭഗവാന്മാരും അവിടെ എത്തുന്നു. എനിക്കിന്ന് മോള് പറഞ്ഞതിൽ ഏറ്റവും വ്യാസമഹർഷി എഴുതി വെച്ചത് അത് തന്നെ, മോള് ഞങ്ങളോട് പറഞ്ഞത് അത് തന്നെ. അപ്പൊ നമ്മൾ ഈ ചെറിയ ഒരു പ്രോഗ്രാം നടത്തുമ്പോ പ്രോഗ്രാമായിട്ടല്ല, ഇതൊരു ഭഗവാൻ അവിടെ വന്നെന്ന് കേൾക്കുന്ന പോലെയാണ്. എല്ലാ ഭഗവാന്മാരും അവിടെ ഉണ്ട്. ഭാഗവതം കയ്യിലെടുത്താൽ സർവ്വദേവന്മാരും സർവ്വ ഋഷികളും, എന്തിനാ പറയുന്നത്, എല്ലാം സൂക്ഷ്മ രൂപത്തിലെ എല്ലാ നദികളും നദീദേവതകളും ഇല്ലേ, പർവ്വതങ്ങളും എല്ലാം അവിടെ എത്തിച്ചേരുകയാണ്. അപ്പൊ എത്ര മഹത്തായ ആ ഭാഗവത്തിനെയാണ് മോളുടെ കയ്യില് സാർ എത്തിച്ചു തന്നത് അല്ലേ. ഭഗവാന്റെ ഒരു നിയോഗമാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെ ഈ കലികാലത്തും ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഭാഗ്യം കിട്ടുന്നത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമാണ്. മധുചേട്ടൻ പറഞ്ഞ പോലെ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ആദ്യം നമസ്കാരം, ഗുരുവിനും നമസ്കാരം, അച്ഛനും അമ്മയ്ക്കും നമസ്കാരം. ഇങ്ങനെ ഒരു വലിയ കാര്യം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നില്ലേ. അപ്പോ നമ്മുടെ ഈ സത്സംഗം എന്നും ഭഗവാൻ വന്നിരുന്ന് നടത്തി തരട്ടെ. ഇതിനും മേൽക്കുമേൽ എല്ലാ ശ്ലോകങ്ങളും ഇതുപോലെ മൂക്ക് പഠിച്ച് പാരായണം ചെയ്ത് പ്രഭാഷണം ചെയ്യാൻ സാധിക്കട്ടെ. നാളെ ഞങ്ങളുടെയൊക്കെ കാലമൊക്കെ കഴിഞ്ഞാലും നിങ്ങൾ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു തലമുറയാണ് സാറിപ്പോ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. കുഞ്ഞോളെ, മോളെന്തിനാ ടെൻഷനായത്? ഇത്രയും ടെൻഷനൊന്നും ആവണ്ട. ഭഗവാന്റെ കാര്യം പറയാന് എന്ത് പറഞ്ഞാലുണ്ടല്ലോ, ഭഗവാൻ ഒന്നും തെറ്റൊന്നും ഇല്ല. ഒരു കാര്യം, നമ്മൾ എന്ത് ശ്ലോകം ചെല്ലുമ്പോഴും അബദ്ധവത്യത്യപി എന്ന് തന്നെയാ പറയുന്നത്. അബദ്ധത്തിൽ എന്തെങ്കിലും
തെറ്റ് പറഞ്ഞാൽ കൂടെ ഗുരുവായൂരപ്പൻ അവിടെ ഇരുന്ന് അത്രേ അത് കറക്റ്റ് ചെയ്യത്രേ. പക്ഷെ നിങ്ങൾ ഏത് ഭാവത്തിലാണ് ചൊല്ലുന്നത്? മോളാ മനസ്സോടെ ചൊല്ലിയില്ലേ, ഗുരുവായൂരപ്പൻ അങ്ങനെ സന്തോഷമായിട്ട് കേട്ടോണ്ടിരിക്കും. അതാണ് ഭാവത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. നമ്മൾ ശ്ലോകങ്ങളെക്കാളും ഭാവത്തിനാണ് പ്രാധാന്യം. മോള് ആ ഭക്തിയോട് ചൊല്ലുന്നില്ലേ, കൃഷ്ണ എന്ന് പറയുന്നില്ലേ, അതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഒരിക്കലും ഭഗവത് കാര്യം ചെയ്യുമ്പോൾ ടെൻഷനൊന്നും ആവണ്ട. എത്രയോ വലിയ ആചാര്യന്മാര് പറയുമ്പോ തെറ്റിപ്പോകുന്നു, അതൊന്നും തെറ്റല്ല. അന്ന് ഭഗവാൻ അവരെ കൊണ്ട് അങ്ങനെയാണ് പറയിക്കുന്നതെന്നാണ് നിശ്ചയം. അതുകൊണ്ട് മോളിനെ ഒരിക്കലും ടെൻഷൻ ആവണ്ട. കുഞ്ഞോള് നന്നായിട്ട് പറഞ്ഞു. ഭഗവാന്റെ കാര്യമാണ് പറയുന്നത്. ഭഗവാനെ നിന്നെ പറ്റിയാണ് ഞാൻ സ്തുതിക്കുന്നത്. ആ ഒരു ഭക്തി മാത്രം മതി. ഭഗവാൻ അങ്ങനെ പാൽപ്പായസം കുടിക്കുന്ന പോലെ മോള് പറയുന്നത് സ്വീകരിക്കും കേട്ടോ. മേൽക്കുവേൽ ഇനിയും പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ രണ്ടുപേരും. ഹരേ കൃഷ്ണ. സായിറാം സാർ, നമസ്കാരം. മക്കളെ രണ്ടുപേരും നല്ലവണ്ണം പറഞ്ഞു കേട്ടോ. വിസ്മയയും അതെ, വൈഷ്ണവിയും അതെ, രണ്ടുപേരുടെ നന്നായിരുന്നു. എന്ത് സ്ഫുടമായിട്ടാണ് പറഞ്ഞത്, വായിച്ചത് വളരെ നന്നായിരുന്നു. പാരായണം നന്നായിരുന്നു. അതിനെ പറഞ്ഞ പോലെ തന്നെ പ്രഭാഷണം അതിനെക്കാട്ടിലും നന്നായിരുന്നു കേട്ടോ. വിസ്മയുടെ നന്നായിരുന്നു കേട്ടോ മോളെ. അത് ചെറിയ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന അബദ്ധങ്ങളല്ലേ പറ്റുന്നത്, അതൊന്നും സാരമില്ല കേട്ടോ. അതൊന്നും വലിയ കാര്യമാക്കാനിരുന്നു. കോൾഡ് ഉണ്ടോ കുറച്ച്? ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ചെറിയ കോൾഡ് ഉള്ള പോലെ തോന്നുന്നു. ഏതായാലും രണ്ടുപേരുടെ നന്നായിരുന്നു കേട്ടോ മോളു, വളരെ നന്നായിരുന്നു. രണ്ടുപേരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇനി ഇത് മുമ്പോട്ട് കൊണ്ടുപോവുക, ഇതോടെ നിർത്താതെ കൊണ്ടുപോവുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഇപ്പൊ മത്സ്യേട്ടനും പറഞ്ഞു കഴിഞ്ഞു, മറ്റുള്ളവരെല്ലാരും പറഞ്ഞു കഴിഞ്ഞു. സന്ധ്യ മേഡവും മറ്റേ സരോജ മേഡം എല്ലാരും പറഞ്ഞു കഴിഞ്ഞു. അതിനെക്കാട്ടിലും നിങ്ങളുടെ ഗുരുനാഥൻ തന്നെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിന് കൂടുതലൊന്നും പറയാനൊന്നും ഇല്ല ഞങ്ങൾക്ക്. എന്നാലും മക്കളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ പറയുന്നേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ് മോളു കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഈ പൂന്താനം എഴുതിയ ജ്ഞാനപ്പാന കറക്റ്റ് ചെയ്യാൻ ഭട്ടതിരിപ്പാടിന്റെ അടുത്ത് കൊണ്ടുപോയി എന്നൊരു ഐതിഹ്യമുണ്ട്. ശരിയാണോന്ന് അറിയില്ല, ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോ അതിനകത്ത് തെറ്റുണ്ടെന്ന് പറയും. മീൻസ് വ്യാകരണം തെറ്റോ എന്തോ ഉണ്ടെന്ന്, വിഭക്തിയിൽ എന്തോ തെറ്റുണ്ടെന്ന് നമ്മുടെ മേൽപ്പത്തൂര് പറയും. അപ്പം ഉള്ളിൽ നിന്ന്, ഗർഭഗൃഹത്തിൽ നിന്നും അശരീരി ഉണ്ടായി എന്നാ പറയണേ. ഭക്തിയാണ് എനിക്ക് ഇഷ്ടം, വിഭക്തിയല്ല എന്ന് പറഞ്ഞിട്ട്. അതായത് അതെ, പൂന്താനത്തിന്റെ ഭക്തിയാണ് വിഭക്തിയെക്കാളും എനിക്ക് ഇഷ്ടം എന്ന് സാക്ഷാൽ ഗുരുവായൂരപ്പൻ പറഞ്ഞതായിട്ട്. അപ്പം ഇപ്പൊ മാമി പറഞ്ഞില്ലേ, കറക്റ്റ് ആണത്. നമ്മളുടെ ഉള്ളിലെ ഭക്തിയാണ് പ്രധാനം. അപ്പൊ ഇത്തിരി തെറ്റൊക്കെ വന്നാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, പേടിക്കണ്ട. നന്നായിട്ട് തന്നെ ചെയ്തു രണ്ടുപേരും. നമുക്കിനി നാളത്തെ പ്രോഗ്രാം നോക്കാം. നാളെ 15-ാം ദിവസം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഓരോ ദിവസവും മുടക്കം കൂടാതെ നടന്നു പോകുന്നു. നാളെ 3-ാം അധ്യായത്തിലെ 27-ാമത്തെ ശ്ലോകം മുതൽ 38-ാമത്തെ ശ്ലോകം വരെ പാരായണവും പ്രഭാഷണവും നടത്തുന്നത് ആദർശ് നായർ. ജ്ഞാനപ്പാനയും ഏകശ്ലോക ഭാഗവതവും ചൊല്ലുന്നത് ഔഗത്തിയെ. ഇവരും റെഗുലർ സ്റ്റുഡൻസ് ആണ്. ആദർശ് സീനിയർ വിദ്യാർത്ഥിയാണ്. ഇതുവരെ നമ്മുടെ നേരത്തെ തൊട്ടേ, ചെറിയ ക്ലാസ്സിലെ തൊട്ടേ വന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ വലിയ ക്ലാസ്സിലായിട്ട് പോലും ഇതിൽ നിന്നും മാറിപ്പോയിട്ടില്ല. ഇവിടെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ അനുഗ്രഹവും കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ. നാളെ എല്ലാവരും ഇതേപോലെ നേരത്തെ വന്ന് കുട്ടികളെ അനുഗ്രഹിക്കുക. എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുക. എല്ലാവർക്കും നമസ്കാരം. സായിരാം സാർ. സായിരാം. 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 സായിരാം.